മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറബ് രാജ്യത്തേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. വെറും 2.5 മണിക്കൂറിന്റെ സന്ദർശനം മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ചരിത്രപരമായിട്ടുള്ള സന്ദർശനമാണ് നടന്നിട്ടുള്ളത്. ഈ സന്ദർശനത്തിൽ ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പരിശോധിക്കാം. അതിനു മുമ്പേ ആയിട്ട് ഞാനൊരു കാര്യം അങ്ങെടുത്ത് മുന്നോട്ട് വെക്കാം. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE-യിലേക്കുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തേക്ക് സുഡാപ്പികൾ, ജിഹാദികൾ, തീവ്രചിന്താഗതിക്കാര്, സകല മോദി വിരുദ്ധരും സഹിക്കുക എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സകലരും ഇപ്പോ തലയും തായിട്ട് കുനിഞ്ഞിരിക്കുക, ഒറ്റൊന്നും പത്തിവിടത്തിലൊക്കെ തലയും താത്തിരിക്കുക ഈ സന്ദർശനത്തിന്റെ വാർത്ത കേട്ടിട്ട്. ആനന്ദവരിങ്ങനെ തലയും താഴ്ത്തി ഇരിക്കാൻ കാരണം ഇവര് നിരന്തരം നമ്മുടെ കേരളത്തിൽ ഒരു കപട വാർത്തയുണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന ആളുകൾക്കെതിരെയാണോ ഇന്ന മതത്തിനെതിരെയാണോ എന്ന്. അങ്ങനെ ഒരു മതത്തിനും എതിരല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE നമ്മുടെ പ്രധാനമന്ത്രിയെ എത്രത്തോളം സുന്ദരമായിട്ടാണ് സ്വീകരിക്കുന്നത്. UAE-യുടെ പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയണോ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം UAE ആകാശ പരിധിയിലേക്ക് എത്തുന്ന സമയത്ത് UAE-യുടെ പോർ വിമാനങ്ങൾ എത്തിയിട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അകമ്പടി സേവിക്കുന്നത്. അതേപോലെ തന്നെ ആനയിച്ചുകൊണ്ട് UAE-യുടെ മണ്ണിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ എത്തിക്കുന്നു. അവിടെ നിന്ന് പ്രധാനപ്പെട്ട UAE ഭരണാധികാരികൾ, സൈനിക തലം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിയെ, പ്രധാനപ്പെട്ട രാജാക്കന്മാർ ചുവന്ന പരവതാനി വിരിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ UAE-യുടെ മണ്ണിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. UAE രാജാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാറുള്ളത് സഹോദരൻ, പ്രിയപ്പെട്ട സുഹൃത്ത്. ഇത് നിരന്തരം അദ്ദേഹം സൂചിപ്പിക്കാറുള്ളതാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ഭരണാധികാരിയ ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് ഈ ഒരു പോർ വിമാനങ്ങളുടെ അകമ്പടി, ഇതിലപ്പുറം എന്ത് സംഭവിച്ചു എന്നുള്ളതും സകലരും തിരിച്ചറിയണോ. ഈ പരവതാനി വിരിച്ചു സ്വീകരിച്ചത് അത്രത്തോളം പ്രിയപ്പെട്ടതായിട്ട് തന്നെയാ. നമ്മുടെ രാജ്യത്തേക്ക് $500 കോടി ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. $500 കോടി ഇൻവെസ്റ്റ്മെന്റ്. LPG-യുമായി ബന്ധപ്പെട്ട് മറ്റൊരു കരാറ്, രാജ്യത്തെ 40% LPG ഇവിടേക്ക് ഉപയോഗിക്കുന്നത് എത്തിക്കാമെന്നുള്ള തരത്തിലുള്ള കരാറ്. ഊർജ സുരക്ഷയാണ് നമ്മുടെ പ്രധാനമന്ത്രി UAE മണ്ണിൽ കാലുകുത്തിയതോടുകൂടി നടന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും SPR കരാറാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്. അതായത് ഭൂമിക്കടിയിൽ എന്തെങ്കിലും യുദ്ധ പ്രതിസന്ധി വരുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന SPR നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള, ഭൂമിക്കടിയിൽ വെച്ചിട്ടുള്ള വിശാഖപട്ടണത്തേക്കാണ് 3 കോടി ബാരൽ പെട്രോൾ, 3 കോടി ബാരൽ പെട്രോളാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇനി എത്താൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാ. 3 കോടി ബാരൽ പെട്രോളിയം ഒക്കെ നമ്മുടെ മണ്ണിൽ കുഴിച്ചിടാൻ, അങ്ങനെ തന്നെ പറയാം, പച്ച മലയാളത്തിൽ പറയുമ്പോ UAE അഡ്നോക്കുമായിട്ടാണ് കരാർ വരുന്നത്. ഒരു പ്രതിസന്ധി വന്നാൽ ഇത് എത്ര വേണമെങ്കിലും നമ്മുടെ രാജ്യത്തിനെടുത്ത് ഉപയോഗിക്കാം എന്ന തരത്തിലുള്ള ഒരു കരാറ് ഇന്ന് ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇത്ര സുന്ദരമാണ്. വെറും 2.5 മണിക്കൂറിന്റെ സന്ദർശനത്തിലൂടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തു പറയുമ്പോഴേക്ക് കുറെ മരമൊണ്ണകളായിട്ടുള്ള ആളുകളുണ്ട്. ചാടി വീണവർ വിളിച്ചു പറയോ UAE-യും ഇന്ത്യയൊക്കെ ആയിട്ട് ഒരുപാട് കാലം മുമ്പേയുള്ള ബന്ധമുണ്ട്, അങ്ങനെയാണ്, വാങ്ങാത്തൊലിയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചു പറയാറുണ്ട്. UAE-യും ഇന്ത്യയൊക്കെയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കരാറൊക്കെ നടക്കുന്നത് വാർത്ത വരുമ്പോഴേക്ക് ഇത്തരം മരമൊണ്ണകളുണ്ട്. അത്തരം സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 ആദ്യമായിട്ട്
UAE ഔദ്യോഗികമായിട്ട് സന്ദർശനം നടത്തുമ്പോ ഒരു വാർത്ത വന്നിരുന്നു. വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ വാർത്തയായിരുന്നത്. 34 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇപ്പൊ എന്ത് പറയുന്നു? UAE ഇന്ത്യയൊക്കെ ആയിട്ട് ഒരുപാട് കാലം മുമ്പേ മലമറിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്തു പറയുന്നു? 34 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിച്ചത് 2015 ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി. ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് UAE രാജാവ് തന്റെ പ്രിയ സുഹൃത്ത്, തന്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കാറ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. പ്രത്യേകിച്ച് തുടാപ്പി, ജിഹാദി, തീവ്ര ചിന്താഗതിക്കാര്. ഈ ലോകം യുദ്ധ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ 30%, 40%, 50% പെട്രോളിന് ഉൾപ്പെടെ വില കൂടുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെയാണോ ഉൽപാദനം നടത്തുന്നത് അവിടേക്ക് പറന്നിറങ്ങുക, അവരുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന കരാറുകളിലേക്ക് എത്തുക. SPR കരാർ എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ച് വലിയ നേട്ട. 3 കോടി ബാരൽ പെട്രോളിയം, അതൊന്നും ഒരു ചില്ലറ കാര്യമല്ല. ഇത് സകലരും തിരിച്ചറിയണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോ നമുക്ക് നമ്മുടെ കൊയിച്ചിട്ടതെടുക്കും, അതായത് UAE എത്രത്തോളം ബന്ധത്തിലേക്ക് എത്തിയെന്ന് സകലരും അറിയണം. അതായത് അവരിവിടെ കൊണ്ട് വെക്കുന്നത് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എടുക്കാൻ സാധിക്കും. അതിനുള്ളൊരു കരാർ എത്ര സുന്ദരമാണ്. ഇവിടെ മോദി ഇന്ന മതത്തിനെതിരെയാണോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതൊക്കെ ഇനി എത്ര കാലം പുതുതലമുറയൊക്കെ ഇത് ഇനി അംഗീകരിക്കൂ? ലോകത്ത് മുസ്ലിം ഭരണാധികാരികളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഇതൊന്നും വെറുതെ പറയുന്നു എന്നല്ല. ഗൾഫ് രാജ്യങ്ങളിലെ ഓരോ രാജാക്കന്മാരും ഓരോ ഭരണാധികാരികളും അവരുടെ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയെ അവരുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ അവർ മത്സരിക്കാണ്. ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും മതത്തിലൊക്കെ എതിരായിട്ട് മുന്നോട്ട് പോയ ലോകത്തെ ഏതെങ്കിലും ഭരണാധികാരികൾ അംഗീകരിക്കുമോ? ഇല്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കും. ഇന്ത്യയെ അത്ഭുതത്തോടെയാണ് ലോകം നോക്കികൾ. എല്ലാം ഒരു 1, 2, 3, 4 മതമൊന്നല്ല നമ്മുടെ രാജ്യത്തുള്ളത്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ പ്രധാനമന്ത്രി ലോകത്തെ ഏറെക്കുറെ രാജ്യങ്ങളിലേക്ക് ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവനായി ഇന്നും മാറിക്കഴിഞ്ഞു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണോ? ഈ UAE സന്ദർശനമൊക്കെ നമ്മുടെ കേരളത്തിലെ വിവേകമുള്ള സകലരും തിരിച്ചറിയുക. നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും ഒരു മതത്തിനുമെതിരല്ല, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. മാത്രമല്ല, രാജ്യത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ ലോകത്ത് യുദ്ധം നടക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് ഒരു പങ്കുമില്ല. ആ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെ മറികടക്കാമെന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം.